പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഒരു പുതിയ മാസത്തിന്റെ ആദ്യ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മാസത്തേക്ക് ദൈവം തരാനിരിക്കുന്ന വാഗ്ദത്തം കേൾക്കാൻ ആകാംക്ഷയോടിരിക്കുകയാണല്ലേ? ദൈവം നിങ്ങളോട് സംസാരിച്ച് അനുഗ്രഹിക്കാൻ പോകുന്നു. പക്ഷേ ഇതൊരു പുതിയ സ്ഥലം പോലെയുണ്ടല്ലോ. ഏതാണ് ഈ സ്ഥലമെന്ന് ചിന്തിക്കുകയാണോ? ഇത് സൗത്ത് അമേരിക്കയിൽ ഉള്ള ബ്രസീൽ എന്ന നാട്ടിലെ റിയോ എന്നൊരു പട്ടണമാണ്. ഈ പട്ടണത്തിൽ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ യേശുവിന്റെ ഒരു ഭീമാകാരമായ ശില്പം മലമുകളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ പുറകിൽ കാണുന്നത്. ഇത് ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇത് കാണാനായി വരുന്നുണ്ട്. ഈ പട്ടണമാണ് ഈ ബ്രസീൽ എന്ന നാടിന്റെ തലസ്ഥാനം. ഈ പട്ടണത്തിൽ കത്തോലിക്ക വിശ്വാസികളാണ് കൂടുതലായി വസിച്ചു വരുന്നത്. 21 കോടി ജനങ്ങൾ വസിക്കുന്ന നാടാണിത്. കൂടുതലും കത്തോലിക്കരാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു ഉണർവുണ്ടാകാൻ ആരംഭിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വർഷിച്ച് അനേകം ജനങ്ങൾ അഭിഷേകിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നാട് മുഴുവനും പരന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ നാട്ടിൽ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ കീഴിലാകുമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വിധത്തിൽ ഉണർവുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് ഇത്. ശരി, ദൈവം ഈ ദിവസം നിങ്ങൾക്ക് തരുന്ന വചനം എന്താണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. ദൈവം പറയുകയാണ്, യു ഷാൾ റിസീവ് പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും. അപ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം, നിങ്ങൾ ശക്തി പ്രാപിച്ച് എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് വാക്ക് തരുന്നു. നമുക്കെല്ലാവർക്കും ശക്തി ആവശ്യമല്ലേ? ദൈവം മഹാശക്തിയുള്ളവനാണ്. യേശുക്രിസ്തു ശക്തിയുള്ളവനായി ഈ ലോകത്തിൽ ചുറ്റിത്തിരിഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ ദൈവിക ശക്തി നമ്മുടെ ഉള്ളിൽ തരുന്നു. നിങ്ങൾക്ക് എന്ത് ശക്തിയാണ് വേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചാൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തും സാക്ഷിയുള്ള ജീവിതം ജീവിക്കുന്ന വിധത്തിലാകും. അതാണ് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ശക്തി. എന്താണ് ആ ശക്തി എന്നറിയാമോ? ആദ്യം പാപത്തെ അതിജീവിക്കുന്ന ശക്തി. പരിശുദ്ധിയോടെ ജീവിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് തരും. ഇതാണ് നമുക്ക് വളരെയധികം ആവശ്യം. നാം പാപത്തെ അതിജീവിച്ച് വിജയമുള്ള ഒരു ജീവിതം നയിച്ച് വസിക്കുന്ന സ്ഥലത്ത് സാക്ഷിയായി ജീവിക്കണം. യേശുവിനെ ഈ ജീവിതം തരാനാവൂ എന്നതിന് നിങ്ങൾ സാക്ഷികളായിരിക്കണം. ആ ശക്തി പരിശുദ്ധാത്മാവാണ് തരിക. രണ്ടാമത്തേത് പ്രശ്നങ്ങൾ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകും, അല്ലേ? അതുകൊണ്ടാണ് പലരും തളരുന്നതും പിൻവലിഞ്ഞു പോകുന്നതും പ്രാർത്ഥിക്കാനാവില്ല എന്ന് പറയുന്നതും. അവയെല്ലാം അതിജീവിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവാണ് തരുന്നത്. പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിക്കും. ഇന്ന് നിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പോരാട്ടങ്ങളെയും പ്രശ്നങ്ങളെയും നിങ്ങൾ ജയിക്കും. അതിനുള്ള ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ശക്തി നേടി നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ വിജയത്തോടെ സാക്ഷികളായി നിൽക്കും. മൂന്നാമത്തേത് പിശാച്. എതിരാളിയാകുന്ന പിശാചിനെ എതിർത്ത് നിൽക്കാനുള്ള ശക്തി. പിശാചിനെ ജയിക്കാനുള്ള ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ശക്തി പ്രളയം പോലെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് പിശാചിനെതിരായി നിങ്ങൾക്ക് വേണ്ടി കൊടി ഉയർത്തും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ നിറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പാപത്തെ അതിജീവിക്കാം, പ്രശ്നത്തെ അതിജീവിക്കാം, സാത്താനെ അതിജീവിക്കാം, വിജേതാക്കളായി നിൽക്കാം. നിങ്ങൾ സാക്ഷികളായി ജീവിച്ചുകൊണ്ട് യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. അതിനുള്ള ശക്തി തരുമെന്നാണ് വാക്ക് തരുന്നത്. ഞാൻ എന്റെ ശക്തി നിങ്ങൾക്ക് തരും, നിങ്ങൾ സാക്ഷികളാകും. നമ്മുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ കാര്യം എന്താണ്? ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങൾ ദാഹത്തോടെ ചോദിച്ചാൽ നിങ്ങൾക്ക് തരും. വിശ്വാസത്തോടെ ചോദിച്ചാൽ തരും. നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവമേ, എനിക്ക് ഈ അഭിഷേകം വേണം, ഈ ശക്തി വേണം. ഞാൻ പാപത്തെ ജയിക്കണം, പ്രശ്നങ്ങളെ അതിജീവിക്കണം, സാത്താനെ ജയിച്ച് ഞാൻ മുന്നേറിപ്പോകണം. അതിനുവേണ്ട ശക്തി തരയണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഇന്ന് അഭിഷേകത്തെ ദൈവം തരും. പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് തന്ന വാഗ്ദത്തത്തിന് സ്തോത്രം പറയുന്നു. എന്റെ ശക്തി നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ സാക്ഷികളാവുമെന്ന് വാക്ക് തന്നുവല്ലോ. ഈ മകനും ഈ മകൾക്കും അങ്ങയുടെ ശക്തി വേണം. പാപത്തെ ജയിച്ച് ജീവിക്കാനുള്ള ശക്തി, പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി, സാത്താന്റെ സകല ക്രിയകളെയും ജയിച്ച് മുന്നേറുവാനുള്ള ശക്തി, ആ ശക്തി ഈ മക്കൾക്ക് കൊടുക്കണമേ. ഈ മാസം അവർക്ക് വിജയമുള്ള മാസമായിരിക്കണം. സകല കാര്യങ്ങളിലും വിജയിച്ച് മുന്നേറുവാനായിട്ടുള്ള അഭിഷേകത്താൽ നിറയ്ക്കണമേ, ആത്മാവിനാൽ നിറയ്ക്കണമേ, ശക്തിയാൽ നിറയ്ക്കണമേ. അഗ്നി അവരുടെ ഉള്ളിൽ കത്തിയെരിയട്ടെ. നിറയ്ക്കണമേ ദൈവമേ, ശക്തിയാൽ നിറച്ച് ബലപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ